എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യം, കാരണം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും അനേകം ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. ഏതാണ്ട് പറയുന്നത് അമീബ മുതൽ ആന വരെ 68,48,240 ചില്ലാണ് ജീവജാലങ്ങൾ ഉണ്ടെന്നൊരു കണക്കൊരു പുസ്തകത്തിന് ഞാൻ വായിച്ചു. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യതിയാനം വന്നിട്ടുണ്ടാകും. പല ജീവികൾക്ക് വംശനാശം വന്നിട്ടുണ്ട്. അതുപോലെ പല ജീവികളും പുതുതായിട്ട് കണ്ടെത്തിയതായിട്ട് പറയുന്നു, ചില സസ്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ എന്തിരുന്നാലും ശരി, കൊടാനുകോടി ജീവജാലങ്ങളുള്ള ഈ ഭൂമിയിൽ മനുഷ്യൻ മാത്രം ഇത്രയധികം രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നു. മറ്റു ജീവികൾക്കൊന്നും ഇത്രയധികം പ്രയാസങ്ങൾ ഉണ്ടാവുന്നില്ല. നമ്മൾ ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ ശരിക്കും ചിന്തിക്കണം. ചിന്തിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ മനുഷ്യൻ രോഗം വന്ന് മനുഷ്യൻ നശിച്ചു പോവുക ചെയ്യുക. അപ്പം അതുകൊണ്ട് ഈ രോഗാവസ്ഥ ഉണ്ടാവാനുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ പിന്നിൽ നമ്മൾ പ്രകൃതിയായിട്ടുള്ളൊരു ഇടചേരലില്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ പ്രകൃതി എന്ന് പറയുമ്പോൾ പലപ്പോഴും എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീടുകളിൽ നിന്ന്, AC റൂമുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും മാറി കാട്ടിൽ പോയിട്ട് പഴങ്ങളും ഫലങ്ങളും ഭക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതല്ല പ്രകൃതി എന്ന് പറയുന്നത്. കാരണം ഒന്നാമത് നമുക്ക് പ്രകൃതിയായിട്ട് നമുക്കൊരു ഒരു ജൈവ ഘടികാരം നമ്മുടെ ശരീരത്തിലുണ്ട്. ഒരു കാര്യം ആലോചിക്കുക, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും എപ്പോൾ ഉറങ്ങുന്നു, എപ്പോൾ എഴുന്നേൽക്കുന്നു, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉറങ്ങുന്നത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയും. പകലിൽ ഉണർന്നിരിക്കുന്ന ജീവജാലങ്ങളൊക്കെ സൂര്യൻ അസ്തമിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും, സന്ധ്യയാകുമ്പോഴേക്കും എല്ലാ ജീവജാലങ്ങളും ഉറങ്ങുന്നു. ഓക്കെ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട്, കാരണം സൂര്യപ്രകാശം വരെ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാ ജീവജാലങ്ങളും ഉണരുന്നു. ഇത് പ്രകൃതിയിൽ പകൽ ഉണർന്നിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ പകല് ഉറങ്ങുകയും രാത്രി ഉണർന്നിരിക്കുന്ന ജീവജാലങ്ങളുണ്ട്, അത് വേറെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവജാലങ്ങളിലൊക്കെ തന്നെ പ്രകൃതിക്ക് പ്രകൃതിക്ക് തന്നെ എന്തുണ്ട്, ഒരു ജൈവ ഘടികാരമുണ്ട്. അപ്പോൾ വി ആർ ദ പാർട്ട് ഓഫ് ദ നാച്ചർ, നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പൊ നമ്മളും പാലിക്കേണ്ട കാര്യങ്ങളാണ് ഈ ടൈമിംഗ് എന്നുള്ളതൊക്കെ. അത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സന്ധ്യ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് സന്ധ്യ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നത്? കാരണം നമ്മളെ ദഹനേന്ദ്രിയ വ്യവസ്ഥ വളരെ ആക്റ്റീവായിരിക്കുന്ന സമയം ഉച്ച സമയമാണ്. ഉച്ച സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ ഭക്ഷണം നന്നായിട്ട് ദഹിക്കാനൊക്കെ സഹായിക്കും. നമുക്കറിയാം, നമ്മുടെ ദഹനം ആക്റ്റീവായി വരുന്നത് സൂര്യൻ്റെ ഒരു അനുസരിച്ച്, സൂര്യപ്രകാശവും സൂര്യൻ്റെ ഒരു അവസ്ഥ അനുസരിച്ചാണ് നമ്മുടെ ദഹന വസ്തുക്കളൊക്കെ ആക്റ്റീവായി വരുന്നത്. അപ്പോൾ അതിരാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വിശപ്പെല്ലായി വരും, അല്ലേ? അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, പിന്നെ രാത്രി സന്ധ്യയ്ക്ക് മുന്നേ ഭക്ഷണം കഴിക്കുന്നു. ഒരു ദിവസം 3 നേരം നമ്മുടെ ദഹനത്തിൻ്റെ ഒരു ടൈം അനുസരിച്ച് വേണമെങ്കിൽ നമുക്കൊരു ദിവസം 3 നേരം ഭക്ഷണം കഴിക്കാം. പക്ഷെ ആ ഭക്ഷണം പ്രകൃതിക്ക് അനുകൃതമായിട്ടുള്ള ഒരു ടൈമിൽ കഴിക്കുന്നത് നല്ലതാണ്. കാരണം സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ദഹനം മന്ദീഭവിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക ചെയ്യുന്നത്. അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കാരണം ഇന്ന് ഈ വെളിച്ചങ്ങളൊക്കെ വെച്ച് രാത്രിയെ പകല് പോലെ ആക്കി, അല്ലേ? രാത്രിയെ പകല് പോലെ വെളിച്ചങ്ങളൊക്കെ വെച്ച് കത്തിച്ച് നമ്മൾ അതിന് മുന്നിൽ 10 മണിക്കും 12 മണിക്കും ഒക്കെ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ സമയത്ത് ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല. കാരണം അതൊരു സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, 7 മണിക്ക് ശേഷം എന്ത് കഴിച്ചാലും ആ ശരീരത്തിന് കിട്ടില്ല എന്ന് മാത്രമല്ല, അത് വളരെയധികം ദോഷകരമായി ഭവിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ നമ്മളുടെ മലയാളിയുടെ ഒരു അവസ്ഥ എന്താണ്? മുമ്പ് ഒരുപക്ഷെ മുൻകാലങ്ങളിലൊക്കെ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്ന സമയത്ത് ഇതിലൊക്കെ വളരെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കെന്താ പറയുക, കുറച്ച് മുമ്പൊക്കെ ഞാൻ വിദേശത്തുണ്ടായിരുന്ന സമയത്ത് അവിടെ എല്ലാം രാത്രി കാലങ്ങളിൽ മാത്രം തുറക്കുന്ന ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ മാത്രം തുറക്കുന്ന ഹോട്ടലുകൾ. എന്നാൽ അതൊന്ന് മാറി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അങ്ങനെ വന്നിരിക്കുകയാണ്. കാരണം രാത്രി കാലങ്ങളിൽ മാത്രം തുറക്കുന്ന ഹോട്ടലുകൾ വർദ്ധിച്ചു വരികയാണ്. ഒരിക്കലും രാത്രി സമയം നമുക്ക് ഉറങ്ങാനുള്ള സമയമാണ്, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമല്ല.
അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഒരു എന്താ പറയുക, നമ്മുടെ ജോലി, നമ്മുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉറക്കമുളയ്ക്കാനും രാത്രി യാത്ര ഇതൊക്കെ ഉണ്ടാവാം. അപ്പോഴും ഞാൻ പറയുന്നത് സ്ഥിരമായ ഒരു ശീലം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. കാരണം സ്ഥിരമായിട്ട് 9 മണിക്ക്, 10 മണിക്ക്, 11 മണിക്ക് രാത്രി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. കാരണം നമുക്ക് ദഹനം മന്ദഗതിയിലാവുന്ന ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം. അതുപോലെ നമ്മുടെ പ്രകൃതം നമ്മൾ ഒന്ന് മാറി ഒന്ന് കഴിഞ്ഞാൽ അറിയാം. അതുപോലെ നമ്മൾ പ്രകൃതം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ്. നമുക്കൊരു പ്രകൃതമുണ്ട്, ഒരു നാച്ചുറൽ ലോ ഉണ്ട്. കാരണം വിശപ്പില്ലെങ്കിൽ ഭൂമിയിൽ ഒരു ജീവജാലങ്ങളും ഭക്ഷണം കഴിക്കൂല, അല്ലേ? ശരിയല്ലേ? വിശപ്പില്ലെങ്കിൽ ഒരു ജീവജാലങ്ങളും ഭക്ഷണം കഴിക്കില്ല. അതുപോലെ തന്നെ അതിന് വിരുദ്ധമായിട്ട് കഴിക്കുന്നത് ജീവി ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും എന്താണ്? മനുഷ്യൻ തന്നെ, അല്ലേ? അതിന് വിരുദ്ധമായി കഴിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഉടനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ വിശപ്പില്ലെങ്കിൽ എന്ത് ചെയ്യും? ആഹാരം കഴിക്കും. അങ്ങനെയാണ് ഒരൊറ്റ ചോദ്യം, കുട്ടികൾ കഴിക്കുമോ? 2 വയസ്സുള്ള കുട്ടി, ഒരു 3 വയസ്സുള്ള കുട്ടി, ഒരു 4 വയസ്സുള്ള കുട്ടി, കുട്ടികൾ വിശപ്പില്ലെങ്കിൽ ആഹാരം കഴിക്കില്ല. കാരണം അവർക്ക് ആ നൈസർഗികമായിട്ടുള്ള അവബോധം നഷ്ടപ്പെട്ടിട്ടില്ല. പ്രകൃത്യാലുള്ള അവബോധം അവരിൽ നിക്ഷിപ്തമാണ്, അത് നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവർ ബുദ്ധിക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, അവർ ഫീലിങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മുതിർന്നവരെങ്ങനെയാണ്? ബുദ്ധിക്ക് അവരുടെ ആഗ്രഹത്തിനും പ്രാധാന്യം കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ കുട്ടികളാണെങ്കിൽ വിശപ്പില്ലേ വേണ്ട എന്ന് പറയും. പല അമ്മമാരും ഉമ്മമാരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുട്ടി ഒരു ഭക്ഷണം കഴിക്കുന്നില്ല സാർ, എന്താ ഇപ്പം ചെയ്യുക? അപ്പം ഞാൻ ചോദിക്കും, കളിക്കുന്നുണ്ടോ? അമ്മോ കളിക്കുന്നുണ്ടോ? മഹാവികൃതി എന്ന് പറയും. ഈ മഹാവികൃതിയായ കുട്ടിയാണ്. പക്ഷെ വിശപ്പ് ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലും ഒരു ദോഷകരല്ല. നമ്മൾ മനസ്സിലാക്കുക, ജനനം മുതൽ മരണം വരെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആന്തരികാവയവങ്ങൾക്ക് വിശ്രമം ആവശ്യമാണെന്ന് തോന്നുമ്പോൾ പ്രാണശക്തി, ജീവശക്തി വിശപ്പില്ലാതാക്കും. ജനനം മുതൽ മരണം വരെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആന്തരികവയവങ്ങൾക്ക് വിശ്രമം ആവശ്യമാണെന്ന് തോന്നുമ്പോൾ പ്രാണശക്തി, ജീവശക്തി വിശപ്പില്ലാതാക്കും. അത് പ്രാണന്റെ ഒരു നിയമമാണ്, പ്രാണന്റെ ഒരു പ്രോസസ്സാണ് വിശപ്പില്ലാതാക്കുക എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കുട്ടികളെ പോലെ തന്നെ, അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും ഭക്ഷണം കഴിക്കാണ്ടിരിക്കണം. തീരെ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ വളരെ എളുപ്പം ദഹിക്കുന്ന ജ്യൂസ്, ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് നമ്മൾ കുറഞ്ഞ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല വിശപ്പ് വരാൻ തുടങ്ങും. അതേസമയം വിശപ്പില്ലായ്മയിൽ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ഭക്ഷണം കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? കുട്ടിക്ക് ആ വിശപ്പില്ലായ്മ നീണ്ടുപോകും. കുറച്ച് മുതിർന്ന ആണെങ്കിൽ വിശപ്പില്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ ക്രമേണ വിശപ്പ് വരികയില്ലെന്ന് മാത്രമല്ല, അവർക്ക് അസിഡിറ്റി, അജീർണം, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ്, അൾസർ, അങ്ങനെ പലതരം വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അവർക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കുക ചെയ്യാം. അപ്പം അതുകൊണ്ട് വേണം റെസ്റ്റ് അവിടെയും വേണം. എല്ലാ ജീവജാലങ്ങൾക്കും എന്താ പറയുക, ആഹാരം കഴിക്കുകയും റെസ്റ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പോലെ ടൈമിൽ വിശപ്പനുസരിച്ച് കഴിക്കുന്നത് പോലെ നമ്മൾ വിശപ്പനുസരിച്ച് കഴിക്കണം. ഓവർലോഡ് കൊടുത്ത്, അമിതമായ ലോഡ് നമ്മുടെ ആമാശയത്തിന് കൊടുത്ത് ദഹിക്കാത്ത സമയത്ത് രാത്രികളിരുന്ന് ഭക്ഷണം കഴിച്ച് അജീർണ, അസിഡിറ്റി പോലെ ഒക്കെ വന്നിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കുക. അതിന് ആ അജീർണ, അസിഡിറ്റി മാറ്റാൻ വേണ്ടി പല ആൾക്കാരും പല മരുന്നുകൾ ഉപയോഗിക്കുക ചെയ്യുക. മരുന്നുകൾ ഉപയോഗിക്കുകയല്ല വേണ്ടത്. സത്യത്തിൽ എന്താ വേണ്ടത്? കുറച്ച് റെസ്റ്റ് അവിടെ കൊടുക്കുക. നമ്മുടെ ആമാശയത്തിന് കുറച്ച് റെസ്റ്റ് കൊടുത്താൽ മതി. അതിനുള്ള ഒരു ശ്രമമാണ് നമ്മളെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.